ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. അപ്പർ ധരംശാലയായ മക്ലിയോഡ്ഗഞ്ചിലെ ടിബറ്റൻ സെറ്റിൽമെന്റിന്റെ ഭാഗമാണ് ഈ തെരുവെല്ലാം. അങ്ങ് അകലെ കാണുന്ന ക്ഷേത്രം മാത്രമാണ് ഈ തെരുവിന് ടിബറ്റിൻ്റെതായ ഒരു ഭാവം നൽകുന്നത്. ദലൈലാമയുടെയും ടിബറ്റൻ പ്രവാസി ഗവൺമെന്റിന്റെയും എല്ലാം ആസ്ഥാനം ഈ പട്ടണമാണ്. ടിബറ്റൻ കരകൗശല വസ്തുക്കളുടെ കടകൾ, മെറൂൺ വസ്ത്രം ധരിച്ചു നീങ്ങുന്ന സന്യാസിമാരും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളുമൊക്കെ ഇതൊരു ടിബറ്റൻ പ്രദേശമാണെന്ന് തോന്നലുണ്ടാക്കാൻ പോന്നതാണ്. ധാരാളം വിദേശികളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകളുമൊക്കെ മക്ലിയോഡ്ഗഞ്ചിനെ എന്നും സജീവമാക്കുന്നു. ദലൈലാമയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്. 1995 മെയ് 17 6 വയസ്സുള്ളപ്പോൾ കാണാതായ പഞ്ചൻ ലാമയുടെ ചിത്രം. ചൈനീസ് ഗവൺമെന്റ് പഞ്ചൻ ലാമയെ തടവിലാക്കിയിരിക്കുകയാണെന്നാണ് പ്രവാസികളായ ടിബറ്റുകാർ ആരോപിക്കുന്നത്. ടിബറ്റിനു വേണ്ടി മരിച്ച നിരവധി പേരുടെ ചിത്രങ്ങളും ഇവിടെ കാണാം. ഇവിടമാണ് ടിബറ്റൻ പ്രവാസി ഗവൺമെന്റിന്റെ ആസ്ഥാനം. വലിയ ആകർഷകത്വമൊന്നുമില്ലാത്ത 1-2 കെട്ടിടങ്ങൾ ഒരു സർക്കാർ ആശുപത്രിയുടെ കോംപ്ലക്സിലേക്ക് കയറി ചെന്നതുപോലെയുണ്ട്. ആസൂത്രണമൊന്നുമില്ലാതെ ഏച്ചുകെട്ടി പണിതുവെച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങൾ. സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷനാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഒരു ബുദ്ധ സന്യാസി മഠവും ക്ഷേത്രവുമൊക്കെ കെട്ടിട കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. അവിടേക്കൊന്നും ക്യാമറ പ്രവേശിപ്പിക്കില്ലെന്നതാണ് ഒരു പ്രശ്നം. അതിനാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് ഷോട്ടുകൾ എടുക്കുകയാണ്. ടിബറ്റൻ ദേശീയ രക്തസാക്ഷികളുടെ സ്മാരകമാണ് ഇത്. 1950 ശേഷം ചൈനീസ് ആക്രമണം, പട്ടിണി എന്നിവ മൂലം 12 ലക്ഷം ടിബറ്റുകാർ മരിച്ചിട്ടുണ്ടെന്നാണ് പ്രവാസി ഗവൺമെന്റ് പറയുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ടിബറ്റ് ചൈനയിൽ നിന്ന് സ്വതന്ത്രമാകുമെന്നും അന്ന് തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങാനാവുമെന്നുമുള്ള പ്രതീക്ഷയിൽ അഭയാർത്ഥികളായി എത്തിയ ടിബറ്റുകാർ ഇവിടെ കഴിയുന്നു. മക്ലിയോഡ്ഗഞ്ചിൽ നിന്നും മറ്റൊരു വഴിയിലൂടെ കുത്തനെയുള്ള ഒരു ഇറക്കമിറങ്ങി മടക്കയാത്ര തുടങ്ങിയിരിക്കുകയാണ്. മലയുടെ ഈ ചെരുവിലാണ് പ്രവാസികളായ ടിബറ്റൻ കുടുംബങ്ങൾ വസിക്കുന്നതും പ്രവാസി ടിബറ്റൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട പല ഓഫീസുകൾ പ്രവർത്തിക്കുന്നതും. ഈ റോഡ് പോലും പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടുത്തെ ടിബറ്റുകാരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇക്കാണുന്ന കെട്ടിടങ്ങൾ മിക്കതും ടിബറ്റൻ ജനതയുമായി ബന്ധമുള്ളതാണ്. അവരുടെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും ക്ഷേമകാര്യ സന്നദ്ധ സംഘടനാ ഓഫീസുകളുമൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരു രാഷ്ട്ര തലസ്ഥാനത്ത് അത്യാവശ്യം വേണ്ട സംവിധാനങ്ങളെല്ലാം ഈ കുന്നിൻ മുകളിൽ ചിതറിക്കിടക്കുന്നുണ്ട്. ലൈബ്രറി ഓഫ് ടിബറ്റൻ വർക്ക്സ് ആൻഡ് ആർക്കൈവ്സ്, ടിബറ്റൻ മെഡിക്കൽ ആൻഡ് ആസ്ട്രോ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടിബറ്റൻ ചിൽഡ്രൻസ് വില്ലേജ്, ദ ലേക്ക് ഹോസ്പിറ്റൽ, ടിബറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ്, ടിബറ്റൻ സ്കൂൾ സൊസൈറ്റി എന്നിങ്ങനെ പോകുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ നിര. ഒരിടത്തെത്തുമ്പോൾ ഒരു മലഞ്ചെരുവിൽ കെട്ടിടങ്ങളുടെ വലിയൊരു കോംപ്ലക്സ് കാണാം. ഇതും ടിബറ്റൻ സെറ്റിൽമെന്റിന്റെ ഭാഗമാണ്. താഴെ ലോവർ ധരംശാലയ്ക്കും മക്ലിയോഡ്ഗഞ്ചിനുമിടയിലാണ് ഈ കെട്ടിട കോംപ്ലക്സിന്റെ സ്ഥാനം. ലൈബ്രറി ഓഫ് ടിബറ്റൻ വർക്ക്സ് ആൻഡ് ആർക്കൈവ്സിന്റെ മന്ദിര സമുച്ചയമാണിത്. സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായ മറ്റു പല സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നു. ഒരു ബുദ്ധക്ഷേത്രവും അവിടെയുണ്ട്. ലോവർ ധരംശാലയിൽ അങ്ങു ദൂരെ വലിയൊരു എടുപ്പ് കാണാം. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയമാണത്. ഹിമാലയത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമെന്ന് അതിനെ വിശേഷിപ്പിക്കാം. ആ സ്റ്റേഡിയം ഒന്ന് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചു. മലകൾക്കിടയിൽ സമതലം പോലെ കിടക്കുന്ന ഒരു ഭാഗത്താണ് ലോവർ ധരംശാല പട്ടണം രൂപപ്പെട്ടിരിക്കുന്നത്. മലയിറങ്ങുമ്പോൾ പാതയോരത്ത് കാണുന്നതെല്ലാം ടിബറ്റൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായ സ്ഥാപനങ്ങളാണ്. ടിബറ്റൻ സുപ്രീം ജസ്റ്റിസ് കമ്മീഷൻ, പ്രവാസി പാർലമെന്റ്, സെക്രട്ടേറിയറ്റ്, പ്ലാനിംഗ് കമ്മീഷൻ എന്നിവയുടെയൊക്കെ ഓഫീസുകൾ ഇവിടെയുണ്ട്. ദ ലേക്ക് ഹോസ്പിറ്റൽ, സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് ദ ലേക്ക്. നേരെ മുന്നിൽ കാണുന്നത് ടിബറ്റൻ ഫിസിയോതെറാപ്പി സെന്ററാണ്. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ എല്ലാ വകുപ്പ് കാര്യാലയങ്ങളും ടിബറ്റൻ പ്രവാസി ഗവൺമെന്റിന്റെ കീഴിൽ ധരംശാലയിൽ പ്രവർത്തിക്കുന്നു.
മതസാംസ്കാരിക വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ധനകാര്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിങ്ങനെ വകുപ്പുകൾ നിരവധി. നമ്മുടെ രാജ്യത്തിനുള്ളിൽ എല്ലാ പൂർണ്ണതയോടും കൂടി മറ്റൊരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കൂടി പ്രവർത്തിക്കുന്ന കാര്യം നമ്മിൽ പലർക്കും ഇന്നും അറിയില്ല. ടിബറ്റിൽ നിന്ന് ഓടിപ്പോന്ന കുറേ ആളുകൾ ധരംശാലയിൽ അഭയാർത്ഥികളായി പാർക്കുന്നു എന്നതാണ് നമ്മുടെ ധാരണ. വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 44 അംഗങ്ങളാണ് ധരംശാലയിലെ ടിബറ്റൻ പാർലമെന്റ് ഇൻ എക്സൈലിലുള്ളത്. 18 വയസ്സ് പൂർത്തിയായ ടിബറ്റൻ വംശജർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. കാർ ഇപ്പോൾ താഴത്തെ ധരംശാല പട്ടണത്തിലെത്തിയിരിക്കുന്നു. ശരിക്കും ധരംശാല എന്ന സ്ഥലനാമം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ ലോവർ ധരംശാല തന്നെയാണ്. 5739 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന കാംഗ്ര ജില്ലയുടെ ഭരണ തലസ്ഥാനമാണിത്. ജില്ലാ ആശുപത്രി, പോലീസ് ആസ്ഥാനം, ജില്ലാ ഭരണ കാര്യാലയം, കോടതികൾ തുടങ്ങി നിരവധിയായ സ്ഥാപനങ്ങൾ മറ്റേതൊരു ജില്ലാ ആസ്ഥാനത്തേതും എന്നതുപോലെ ഇവിടെയുമുണ്ട്. പട്ടണത്തിരക്കിൽ നിന്നും കാർ വീണ്ടും വിജനമായ മറ്റൊരു മലഞ്ചുരുവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, കുനാൽ പത്രി ക്ഷേത്രം. അത് കാണാനാണ് ഈ യാത്ര. ഈ മലഞ്ചെരുവിൽ ധാരാളം തേയിലത്തോട്ടങ്ങളുണ്ട്. തേയിലക്കൃഷിക്ക് യോജിച്ച ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് ധരംശാലയിൽ. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാരാണ് ഇവിടെ തേയിലക്കൃഷിക്ക് തുടക്കമിട്ടത്. ഒടുവിൽ കാർ കുനാൽ പത്രി ക്ഷേത്രത്തിന് സമീപത്തെത്തി. ധരംശാലയിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടെങ്കിലും ഇവിടെ ആ തിരക്കൊന്നും കാണുന്നില്ല. സതീദേവിയുടെ മറ്റൊരു അവതാരമായ കൽപേശ്വരിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രോത്ഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. ദക്ഷ പ്രജാപതിയുടെ യാഗത്തിനിടെ അപമാനിതയായ സതീദേവി അഗ്നിപ്രവേശം നടത്തി ആത്മഹത്യ ചെയ്തു. ആ സമയം പൊട്ടിത്തെറിച്ച ദേവിയുടെ ഒരു തലയോട്ടി കഷ്ണം വന്നു വീണത് ഇവിടെയാണ്. അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടാവുകയും കൽപേശ്വരിയായി സതിയെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ക്ഷേത്രത്തിൽ നിന്നിറങ്ങി തേയിലക്കാടുകൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ധരംശാല മനോഹരമായൊരു സുഖവാസ കേന്ദ്രവും തിരക്കുള്ള പട്ടണവുമായി വികസിച്ചത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നഗരമായിരുന്നു ഇത്. 1905-ലുണ്ടായ ഭൂകമ്പമാണ് ആ തീരുമാനത്തിൽ നിന്നും ബ്രിട്ടീഷ് അധികാരികളെ പിന്തിരിപ്പിച്ചത്. അങ്ങനെ വേനൽക്കാല തലസ്ഥാന പദവി ഷിംലയ്ക്ക് ലഭിക്കുകയും ചെയ്തു. 1905-ലെ ഭൂകമ്പത്തോടെ ധരംശാല ആകെ നിറം കെട്ടുപോയിരുന്നു. 20,000 ആളുകളുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പത്തിൽ ധരംശാല പട്ടണത്തിൽ മാത്രം 1625 പേർക്ക് ജീവൻ നഷ്ടമായി. പിന്നീട് ദശകങ്ങളോളം ധരംശാല ഒരു സാധാരണ മലയോര പട്ടണമായി നിലനിന്നു. പിന്നീട് ധരംശാല വാർത്തകളിൽ ഇടം നേടുന്നത് ടിബറ്റൻ പ്രവാസി ഗവൺമെന്റിന്റെ ആസ്ഥാനം എന്ന നിലയിലാണ്. 1959-ൽ ടിബറ്റിൽ നിന്നും പലായനം ചെയ്ത ദലൈലാമയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിലെ ഏതാനും പ്രമുഖരും ഇന്ത്യയിൽ അഭയം തേടി. തങ്ങളുടെ ആത്മീയ ആചാര്യന്റെ പാത പിന്തുടർന്ന് 1960 ആയപ്പോഴേക്കും 80,000 ടിബറ്റുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ജവഹർലാൽ നെഹ്റുവാണ് ദലൈലാമയുടെ പ്രവാസി ഗവൺമെന്റിന് ആസ്ഥാനമായി ധരംശാല അനുവദിച്ചത്. ഇന്ത്യയിലെത്തിയ മുഴുവൻ ടിബറ്റുകാരെയും ഇവിടെ അധിവസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് ഡൽഹിയിലും കർണാടകത്തിലും ഡാർജിലിംഗിലുമൊക്കെ ടിബറ്റൻ കമ്മ്യൂണിറ്റികൾ രൂപപ്പെട്ടത്. ഇപ്പോൾ ധരംശാല ടിബറ്റൻ അഭയാർത്ഥികൾക്ക് സ്വന്തം നാടുതന്നെയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 8,000 ടിബറ്റുകാരാണ് ഇവിടെയുള്ളത്. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും വലുതാണ്. ഇപ്പോഴും ടിബറ്റിൽ നിന്നും അഭയാർത്ഥികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഞാൻ നേരത്തെ മലമുകളിൽ നിന്ന് കണ്ട സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ 2003-ൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയം. ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഈ സ്റ്റേഡിയം കാണാനായി വരുന്നുണ്ട്. മലയുടെ മടിത്തട്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം പണിതിരിക്കുന്ന കൂറ്റനൊരു സ്റ്റേഡിയം. അതൊരു കാഴ്ചയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ 2010 മുതൽ 13 വരെ ഈ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയിരുന്നു.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുമുള്ള മത്സരങ്ങൾക്കും വേദിയായിട്ടുണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ പിച്ച്. 25,000 ആളുകൾക്കുള്ള ഇരിപ്പിടമുണ്ട് ഗാലറിയിൽ. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് ടീമിന്റെയും കിങ്സ് 11 പഞ്ചാബിന്റെയും പരിശീലന കളികൾ നടക്കുന്നത് ഈ സ്റ്റേഡിയത്തിലാണ്. ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയ 2013 ജനുവരി 27 വൺഡേ മാച്ച് അരങ്ങേറിയത് ഇവിടെയായിരുന്നു. ഹിമാലയ സാനുക്കളുടെ പശ്ചാത്തലത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 4780 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്റ്റേഡിയം. ഞാൻ സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു. കുന്നിൻ മുകളിൽ വിശാലമായ ഒരു പ്രദേശമാകെ വ്യാപിച്ചു നിൽക്കുകയാണ് സ്റ്റേഡിയം. പരിസരമൊക്കെ വൃത്തിയിലും ഭംഗിയിലും ക്രമീകരിച്ചിരിക്കുന്നു. ധരംശാലയിലെ തന്നെ വൃത്തിയുള്ള ഒരു പ്രദേശം ഇതാണെന്ന് എനിക്ക് തോന്നി. സുർജിത്തിന്റെ കാറിൽ കയറി അല്പദൂരം മുന്നോട്ട് പോയതേയുള്ളൂ. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. പട്ടാളത്തിന്റെ മാർട്ടിയേഴ്സ് മെമ്മോറിയൽ. വലിയ യന്ത്രത്തോക്കുകളും ചെറുവിമാനങ്ങളുമൊക്കെ നിരത്തിവച്ചിരിക്കുന്നു. 25 പൗണ്ടർ ഗണ്ണാണ് ഇത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച യന്ത്രത്തോക്ക്. 2ാം ലോകമഹായുദ്ധകാലത്ത് അന്നത്തെ ആധുനികനായിരുന്ന ഈ തോക്ക് പടക്കളത്തിലെ താരമായിരുന്നു. ഗ്രാന്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലൈറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റാണിത്. 1965 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ പോരാളിയായിരുന്നു ഗനാറ്റ്. ഒരു കാലത്ത് ഇന്ത്യയിൽ വലിയ ചർച്ചാവിഷയമായ ബോഫോഴ്സ് തോക്കിന്റെയൊക്കെ പിതാമഹനാണ് ഈ യന്ത്രത്തോക്ക്. 1.25 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ലക്ഷ്യം തെറ്റാതെ ഷെൽ അയക്കാൻ ഈ 25 പൗണ്ടർ ആർട്ടിലറി ഗണ്ണിന് കഴിയും. ഷെല്ലുകൾ എന്നാൽ ചെറു ബോംബുകൾ തന്നെയാണ്. ചെന്ന് വീഴുന്നിടത്ത് വൻ നാശമുണ്ടാക്കും അത്. മാർട്ടിയേഴ്സ് മെമ്മോറിയൽ വലിയൊരു ഉദ്യാനം തന്നെയാണ്. പല യുദ്ധങ്ങളിലായി ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ച പട്ടാളക്കാരുടെ നിത്യസ്മാരകം. നല്ല രൂപകൽപ്പനയും നിർമ്മിതിയും. സ്മാരകത്തിൽ ഇപ്പോഴും എന്തൊക്കെയോ ജോലികൾ നടക്കുന്നുണ്ട്. ദേവദാരുക്കളുടെ ഉദ്യാനം. മാർട്ടിയേഴ്സ് മെമ്മോറിയലിനരികിൽ നിന്നും വീണ്ടും യാത്ര. ഇനി എനിക്ക് പകർത്താനുള്ള കാഴ്ചകൾ ധരംശാലയിൽ അധികം അവശേഷിക്കുന്നില്ല. ഇവിടെ നിന്നും പെട്ടെന്ന് തന്നെ മടങ്ങാനാണ് തീരുമാനം. രാത്രിയോടെ അമൃത്സറിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. അവിടെ സുവർണക്ഷേത്രത്തിലെ രാത്രി കാഴ്ചകൾ കൂടി ചിത്രീകരിക്കണം. ചറാൻ നദിയുടെ തീരത്തുകൂടിയാണ് കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നദിയുടെ അങ്ങേക്കരയിൽ കൃഷിയിടങ്ങളൊക്കെ കാണാം. ചെറിയ വനപ്രദേശങ്ങളുമുണ്ട്. ധരംശാലയുടെ പരിസരത്തെ കൃഷിഭൂമികളെയൊക്കെ ചറാൻ പോലെ ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി നദികളാണ് സമ്പുഷ്ടമാക്കുന്നത്. ഇവിടെ മലഞ്ചെരുവിൽ എന്തെല്ലാമോ നിർമ്മിതികൾ. അതെന്താണെന്നറിയാനുള്ള കൗതുകത്തിൽ കാർ നിർത്താൻ സുർജിത്തിനോട് പറഞ്ഞു. മലയുടെ ഒരു ചെരുവ് മുഴുവൻ കോൺക്രീറ്റ് വനമാക്കിയിരിക്കുന്നു. മുകളിൽ 2 കേബിൾ കാറുകൾ നീങ്ങുന്നു. കൊടിവെച്ച കാർ കണ്ടിട്ടുണ്ടെങ്കിലും കൊടിവെച്ച കേബിൾ കാർ ആദ്യമായാണ് കാണുന്നത്. ഇതൊരു റിസോർട്ടാണ്. വണ്ടർ വേൾഡ് റിസോർട്ട്. പ്രകൃതി രമണീയത ഉണ്ടായിരുന്ന ഒരു മലയെ ഇടിച്ചു നിരത്തി സൗന്ദര്യബോധം ഒട്ടുമില്ലാതെ പണിതുവച്ചിരിക്കുകയാണ് റിസോർട്ട്. താഴെ ചെറിയൊരു കുളം. റിസോർട്ടിന്റെ പരിസരത്തെങ്ങും ഒറ്റ മനുഷ്യരെയും കാണുന്നില്ല. സ്വിമ്മിംഗ് പൂളും സ്പായും ബാറും അമ്യൂസ്മെന്റ് പാർക്കും മുതൽ ഡിസ്കോത്തക്ക് വരെയുണ്ട് വണ്ടർ വേൾഡ് റിസോർട്ടിൽ. ഇവിടെ ആകപ്പാടെ ചലിക്കുന്നതായി കാണുന്ന 2 വസ്തുക്കൾ ഈ നീങ്ങുന്ന കേബിൾ കാറുകൾ മാത്രമാണ്. അതുതന്നെ ഒരു ജയിലറ പോലെയാണ് പണിതുവച്ചിരിക്കുന്നത്. പ്രാദേശികരായ തച്ചന്മാർ തട്ടിക്കൂട്ടിയതാണെന്ന് തോന്നും. ഒരുപക്ഷെ സീസണിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു റിസോർട്ടായിരിക്കാം ഇത്. കൂടുതൽ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഭൂപ്രകൃതിക്ക് ഒട്ടും യോജിച്ച രീതിയിലല്ല കെട്ടിട നിർമ്മാണമെന്ന് മാത്രം. ചിലർ ചറാൻ നദിയിൽ ഫോട്ടോ എടുത്തും കളിച്ചുമൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയോടിണങ്ങാത്ത ഒരു റിസോർട്ടും കണ്ട് ഞാൻ ചറാൻ നദിയുടെ തീരത്തുകൂടി യാത്ര തുടരുകയാണ്. ചിനാബ്, ബിയാസ്, സത്ലജ് എന്നിങ്ങനെ വിവിധ നദികൾ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്. ഈ നദികളുടെ ഒക്കെ തീരത്ത് ധാരാളം കൃഷിയിടങ്ങളുണ്ട്.
എങ്കിലും ഹിമാചലിലൂടെ ഒഴുകുന്ന നദികളെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നത് പഞ്ചാബിന്റെ വയലുകളാണ്. പഞ്ചാബും കടന്ന് നദികൾ പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. ചറാൻ നദിയെ ഒരിടത്ത് വെച്ച് മുറിച്ചു കിടക്കുമ്പോൾ പാറകൾ തെളിഞ്ഞുകിടക്കുന്ന അതിന്റെ ശുഷ്കഗാത്രം കാണാം. നദി കടന്നെത്തുന്നത് ഗഗ്ഗൽ എന്ന പട്ടണത്തിലേക്കാണ്. ചെറിയൊരു പട്ടണമാണെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു വിമാനത്താവളം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കാംഗ്ര എയർപോർട്ട് മലമുകളിലെ ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണത്. 100 യാത്രക്കാരെ മാത്രം ഉൾക്കൊള്ളാവുന്ന ടെർമിനലുള്ള ചെറിയ എയർപോർട്ടാണ് ഗഗ്ഗലിലേത്. 3 വിമാനക്കമ്പനികൾ ഡൽഹിയെ ബന്ധപ്പെടുത്തി അവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. ധരംശാലയുടെ ഇന്നത്തെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇവിടെ ഒരു എയർപോർട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. യാത്ര തുടരുമ്പോൾ ചറാൻ നദിയുടെ തീരത്തെ ഗ്രാമങ്ങൾ കാണാം. കാർഷിക ഗ്രാമങ്ങൾ. അടിത്തട്ടിലെ പാറയും മണലും തെളിഞ്ഞ് വരണ്ടു കിടക്കുകയാണ് നദി. തീരത്ത് ഒറ്റപ്പെട്ട വീടുകൾ, അതിനോട് ചേർന്ന് ചെറിയ കൃഷിയിടങ്ങൾ. പഞ്ചാബിലേതുപോലെ വലിയ വാണിജ്യ സാധ്യതകൾ ലക്ഷ്യമിട്ട് കൃഷിയിൽ ഏർപ്പെടുന്നവരല്ല ഹിമാചൽ പ്രദേശിലെ ഗ്രാമീണ കർഷകർ. കുടുംബത്തിനാവശ്യമുള്ള വിളകൾ സ്വന്തം കൃഷിഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഒരു കൃഷിയിടത്തിൽ ഗോതമ്പും ബാർലിയും ചോളവും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളുമൊക്കെ വിളയുന്നത് കാണാം. മിഡ് ഹിമാലയൻ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ കീഴിൽ ഹിമാചലിലെ ഗ്രാമീണ കാർഷിക രംഗം വലിയ വളർച്ചയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകവേ ഒരിടത്ത് വയലിൽ കൊയ്ത്തു നടക്കുന്നത് കാണാം. ഞാൻ അവിടെ ഇറങ്ങി. ഇത് ഇവിടുത്തെ ഒരു സാധാരണ കർഷകന്റെ കൃഷിയിടമാണ്. 1/2 ഏക്കറിൽ താഴെ വരുന്ന വയലാണ് ഇദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. അതിൽ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് സ്വയം കൊയ്തെടുക്കുന്നു. പഞ്ചാബിൽ നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങളിൽ കൊയ്ത്തു യന്ത്രങ്ങൾ ഗോതമ്പ് കൊയ്തു മെതിച്ചു കൂട്ടുന്നതായിരുന്നു കാഴ്ച. കുന്നുപോലെ കൂടിക്കിടക്കുന്ന ഗോതമ്പും മതിൽ പോലെ അട്ടിവെച്ച ധാന്യച്ചാക്കുകളുമൊക്കെ പഞ്ചാബിന്റെ കൃഷിയിട കാഴ്ചകൾ. എന്നാൽ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ഈ വയൽ വിതയ്ക്കൊരുക്കിയതും വിത്ത് വിതച്ചതും കളപറിച്ചതും വളമിട്ടതുമൊക്കെ ഈ ഒരു കർഷകൻ തനിച്ചായിരിക്കും. ഇതാണ് യഥാർത്ഥ ഇന്ത്യൻ ഗ്രാമീണ കർഷകൻ. ഇപ്പോഴും തൻ്റെ വിയർപ്പുകൊണ്ട് ഒരു കുടുംബത്തെ പോറ്റുന്ന പാവം കർഷകൻ. വടക്കേ ഇന്ത്യയിലെ ഇതുപോലുള്ള കർഷകർ കൊയ്തെടുക്കുന്ന ഗോതമ്പാണ് പലപ്പോഴും നമുക്ക് കേരളത്തിൽ പോലും ലഭിക്കുന്നത്. സുർജിത്തിന്റെ കാറിൽ കയറി അമൃത്സർ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരുകയാണ്. ശ്രമപ്പെട്ടോടുന്ന കാലുകിട്ടിയ കുതിരയെ പിന്നിട്ട് കാർ നീങ്ങി. പാതയോരത്ത് സ്ലേറ്റ് കല്ലുകൾ മേഞ്ഞ വീടുകൾ. ഇതൊക്കെ പഴയ പ്രമാണി വീടുകളായിരിക്കാം. ദശകങ്ങൾക്ക് മുൻപ് പണിത വലിയ നടുമുറ്റമൊക്കെയുള്ള വീട്. ചെറിയ മൺവീടുകളുമുണ്ട് കാഴ്ചയിൽ. ഇവിടെ ധാരാളം ലോറികൾ തടികൾ നിറച്ച് യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നതാണ് കാഴ്ച. ദേവദാരുവും പൈനുമൊക്കെയാണ് അതിൽ. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു തടി ഡിപ്പോയുണ്ട്. ഹിമാചൽ പ്രദേശിന്റെ മലയോര വനങ്ങളിലെ സെലക്ഷൻ ഫെല്ലിംഗ് നടത്തുന്നതും ക്ലിയർ ഫെല്ലിംഗ് നടത്തുന്നതുമായ തടി ഈ ഡിപ്പോയിൽ നിന്ന് ലേലം ചെയ്ത് വിൽക്കുന്ന പതിവുണ്ട്. പലതരം തടികൾ. കാർ വീണ്ടും നൂർപൂർ പട്ടണത്തിലേക്ക് എത്തുന്നു. പുരാതന പട്ടണമായ നൂർപൂറിന്റെ അങ്ങാടിയാണിത്. 11ാം നൂറ്റാണ്ടിൽ രാജാ ജഡ്പാൽ സ്ഥാപിച്ച പട്ടണമാണിത്. അക്കാലത്ത് ധമേരി എന്നായിരുന്നു ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത്. മുഗൾ ഭരണകാലത്ത് ഒരു ദിവസം ജഹാംഗീർ ചക്രവർത്തിയുടെ പത്നി നൂർജഹാൻ ഇവിടം സന്ദർശിച്ചു. പ്രദേശത്തിന്റെ ഭംഗിയിൽ ആകൃഷ്ടയായ രാജ്ഞി ഇവിടെ സ്ഥിരവാസമാക്കാൻ തീരുമാനിച്ചെന്ന് ചരിത്രകഥ. പക്ഷേ നൂർജഹാന്റെ സാന്നിധ്യം ധമേരിയെ ഒരു മുഗൾ പട്ടണമാക്കി മാറ്റുമെന്ന് അന്നത്തെ നാട്ടുരാജാവ് ഭയന്നു. അദ്ദേഹം നൂർജഹാനെ സന്ദർശിച്ചു. ധമേരി പട്ടണം പകർച്ചവ്യാധികളുടെ സ്ഥലമാണെന്നും ഇവിടെ താമസിച്ചാൽ രാജ്ഞിയുടെ സൗന്ദര്യവും ചിലപ്പോൾ ജീവൻ തന്നെയും നഷ്ടമാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗന്ദര്യവതിയായ നൂർജഹാൻ പെട്ടെന്ന് തന്നെ പരിവാരസമേതം ഈ പട്ടണം വിട്ടുപോയി. അതിനുശേഷമാണ് ഈ പ്രദേശം നൂർപൂർ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കഥയോർത്ത് ഞാനിരിക്കെ കാർ ഹിമാചൽ പ്രദേശിന്റെ അതിർത്തിയിലേക്ക് അടുക്കുകയായിരുന്നു.